സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നവരും അതുപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരും ഇനി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ കൈവശമുള്ള സ്റ്റോക്ക് ഇനി വില കൂടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന സ്റ്റോക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമോ? അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു മികച്ച സംവിധാനമാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏറ്റവും അടുത്ത് ബ്രേക്ക് ഔട്ട് ആവാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് പോവുകയും നമുക്ക് അതിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അതിനുശേഷം നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിൽ നിന്നും എക്സിറ്റായി ലാഭമെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ബ്രേക്ക് ഔട്ട് നടത്തുകയും അതിനുശേഷം നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ടാവാൻ സാധിക്കുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 11 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂണിബെസ്റ്റ് എന്ന് പറയുന്ന ഒരു അനലിസ്റ്റിനകത്താണ് അനലിസ്റ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ 11 സ്റ്റോക്കുകളെ കുറിച്ച് ഇപ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് നാഷണൽ അലുമിനിയം, പിന്നെ ടൈറ്റാൻ, പിന്നെ കൺസൈനർ, ABC ക്യാപിറ്റൽ, ക്രിസിൽ, അതുപോലെ നെസ്റ്റിൽ ഇന്ത്യ, എസ്കോട്ടത്, അടുത്ത് ടാറ്റ കൺസ്യൂമർ, പിന്നെ ജിൻഡാൽ സ്റ്റീൽ, പിന്നെ LT, DLF. ഇത്രയും ഈ 11 സ്റ്റോക്കുകളാണ് ഉടൻ തന്നെ ബ്രേക്ക് ഔട്ട് നടത്തി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത പറയുന്നത്. അപ്പോൾ ഇതിൽ നാഷണൽ അലുമിനിയം എന്ന് പറയുന്നത് ഇപ്പോൾ CMB പ്രൈസ് എന്ന് പറയുന്നത് 207 രൂപയാണ്. ഇപ്പോഴുള്ള പ്രൈസ് 207 ആണ്. അപ്പോൾ നാളെയോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ 209ലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ. കാരണം എന്താ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ഈ ഒരു കണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുകയാണ്. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഇത്തരത്തിൽ തന്നെയാണ് എല്ലാം വരുന്നത്. അപ്പോൾ അടുത്ത് വരുന്നത് ടൈറ്റാൻ ആണ്. ടൈറ്റാൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 3816 രൂപയാണ്. അപ്പോൾ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 59 രൂപ വരെ നമുക്ക് ബ്രേക്ക് ഔട്ടിലൂടെ കിട്ടും. 1% നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക് ഔട്ട് പ്രൈസ് എന്ന് പറയുന്നത് 3886 ആണ്. അപ്പോൾ ഉടൻ തന്നെ ഇപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ പാറ്റേണിലാണ് ഈ രണ്ടും വരുന്നത്, നാഷണൽ അലുമിനിയവും ടൈറ്റാനും. അടുത്ത് വരുന്നത് കെൻസൈനർ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ വില 309 രൂപയാണ്. ബ്രേക്ക് ഔട്ട് പ്രൈസ് 320 രൂപയാണ്. കപ്പ് വിത്ത് ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അതിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിനെ പറ്റി ട്രേഡിംഗ് വ്യൂ ചാർട്ട് അനലൈസ് ചെയ്യാൻ അറിയുന്നവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. വലുതായിട്ട് നോക്കിക്കഴിഞ്ഞാലും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു കപ്പ് ആൻഡ് ഹോൾഡർ എന്ന് പറയുന്ന കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിത് പഠന വിധേയമാക്കുക. പിന്നെ ABC ക്യാപിറ്റൽ 240 രൂപയാണ് ബ്രേക്ക് ഔട്ട് പ്രൈസ് വരുന്നത്. ഇപ്പോഴുള്ളത് 236 ആണ്. പിന്നെ ക്രിസിലും നമുക്ക് അതുപോലെ തന്നെ കാണാവുന്നതാണ്. ക്രിസിലെ നെസ്റ്റ്ലെ ഇന്ത്യ, അതുപോലെ തന്നെ ഈ എസ്കോട്ടേഴ്സ്, അതുപോലെ ടാറ്റ കൺസ്യൂമർ, ജിൻഡാൽ സ്റ്റീല്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് പരിശോധിച്ച് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നല്ല അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവരുമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയൊക്കെ പരിഗണിക്കാവുന്നതാണ്.